ഫാദർ ഫിലിപ്പ് കവിയിൽ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഫാദർ ഫിലിപ്പ് കവിയിൽ, ഇതാണ് അതായത് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുന്നത് ഇത് വെള്ളാപ്പള്ളി ഇങ്ങനെ പരസ്യമായി പറഞ്ഞുവെങ്കിലും മറ്റ് മതവിഭാഗങ്ങളും ഒക്കെ പുലർത്തുന്ന ആശങ്ക തന്നെയാണ്. അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവിടെ അംഗബലം എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ജനസംഖ്യയിൽ കുറവുണ്ടാകുന്നുവെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാലാ രൂപതയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ നോക്കിക്കാണുന്നത്? ഇത്തരം പരാമർശങ്ങൾ ആധുനിക കേരളത്തിന് ചേരുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഫാദർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? കേൾക്കാമോ? കേൾക്കാം, പറയൂ. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് ആദ്യത്തെ പ്രതികരണം, സമുന്നതരായ സമുദായ നേതാക്കൾ എപ്പോഴും സമചിത്തതയോടെ സഹിഷ്ണുതയോടെ വേണം സംസാരിക്കുവാൻ, അത് പൊതുസമൂഹത്തോട് സംവദിക്കുമ്പോൾ. വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു സമുദായ നേതാവിന് തീർച്ചയായും അദ്ദേഹത്തിന്റെ സമുദായത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശമുണ്ട്. ആ സമുദായത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എപ്പോഴാണ് ഈ സമുദായ സ്നേഹം വർഗീയതയായി മാറുന്നത്? ഒരു സമുദായ നേതാവ് മറ്റൊരു സമുദായത്തെ ഇകഴ്ത്തി പറയുമ്പോൾ, മറ്റൊരു സമുദായത്തിനായിട്ടുള്ള അസൂയയോട് സംസാരിക്കുമ്പോൾ, അവരോടുള്ള അസഹിഷ്ണുത മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അത് വർഗീയതയാണ്. അതിന് മറ്റു വാക്കുകളൊന്നുമില്ല. ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി പല കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവര് സമുദായ അംഗങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഞാൻ പറയുകയാണ്, മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ നമ്മൾ സഹായിക്കരുത്, നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരെ സഹായിക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് വർഗീയതയാണ്, അത് അസഹിഷ്ണുതയാണ്, അത് നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള സാമാന്യ മര്യാദയ്ക്ക് ചേരുന്നതല്ല. അതാണ് ഇവിടെ ഉണ്ടായ ആദ്യത്തെ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ആളുകളുടെ പുരോഗതിക്കായിട്ട് തീർച്ചയായിട്ടും അവരുടെ അവകാശങ്ങൾക്ക് ശബ്ദമുയർത്തുവാൻ, അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ അവകാശമുണ്ട്. അദ്ദേഹം മറ്റുള്ളവരെ ഇകഴ്ത്തി അവരെ സംസാരിക്കുമാണ് പ്രശ്നം. ക്രൈസ്തവരെ അദ്ദേഹം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ പറ്റി പരാമർശിച്ചതായിട്ട് ഞാൻ കേട്ടു. ഈ കേരള സമൂഹത്തിലെ ബിഷപ്പുമാര് രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. അതേസമയം ഈ ബിഷപ്പുമാർ, ആരാധ്യരായ അഭിമന്യ പിതാക്കന്മാർ ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. അതൊന്നും വർഗീയതയല്ല. ഇവിടെ വന്യജീവി വിഷയത്തെ കുറിച്ച് സംസാരിച്ചു, കർഷകർ അനുഭവിക്കുന്ന പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്നൊക്കെ പറയാൻ സാധിക്കുമോ? റബ്ബറിന്റെ വില അഭിപ്രായം പറയാമെങ്കിലും എന്ന പരാമർശം താങ്കൾ മറന്നു പോകുന്നുണ്ടോ? ഇല്ല, മറന്നു പോകുന്നില്ല. ഞാൻ കൃത്യമായി ബോധപൂർവമാണ് പറയുന്നത്. രാഷ്ട്രീയത്തിലെ സ്വാധീനിക്കാൻ വേണ്ടി അല്ല പറയുന്നത്. അഭിപ്രായം പറയാൻ ബിഷപ്പുമാർക്കും ഉസ്താദുമാർക്കും അതുപോലെ ഈ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ അഭിപ്രായം പറയുമ്പോൾ അത് വിദ്വേഷമായി മാറാൻ പാടില്ല എന്നാണ് പാലാ പിതാവ് പറഞ്ഞത്. എന്താണ് പാലാ പിതാവ് പറഞ്ഞത്? ആ രൂപതയിൽപ്പെട്ട ക്രൈസ്തവരായ ആളുകളിൽ 3-ൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ സഭ തയ്യാറാകുന്ന. അത് മറ്റു സമുദായത്തിനെതിരാണോ? അല്ലല്ലോ. മറ്റു സമുദായത്തിൽപ്പെട്ടവരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഞങ്ങളുടെ സാമൂഹികമായ സഹായങ്ങള് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒതുക്കി നിർത്തിയിട്ടില്ല. ഞങ്ങളുടെ സോഷ്യൽ സർവീസിലൂടെ എനിക്ക് തന്നെ അറിയാം, ഈ തലശ്ശേരിയില് എന്തുമാത്രം അന്യമതസ്ഥരായ ആളുകളെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അതൊന്നും മതം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അപ്പോ നമ്മൾ എപ്പോഴാണ് ഇത് വർഗീയതയാകുന്നത്? മറ്റു മതസ്ഥരെ നമ്മൾ ഇകഴ്ത്തി കാണിക്കുമ്പോൾ, അവരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് വർഗീയതയായി മാറുന്നത്. വർഗീയതയും സമുദായ സ്നേഹവും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണിക്കണം. അതുകൊണ്ട് വർഗീയ പ്രസ്താവന ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള സമുന്നതരായ നേതാക്കള് സമചിത്തതയോടെ സംസാരിക്കണം, വിവേകത്തോടെ സംസാരിക്കണമെന്നാണ് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. ശ്രീ ആർ വി ബാബു